പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 21. പ്രധാന വാർത്തകൾ. GCC ഏകീകൃത ടൂറിസ്റ്റ് വിസയുടെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് GCC സെക്രട്ടറി ജനറൽ ജാസം മുഹമ്മദ് അൽ ബുദൈവി പറഞ്ഞു. ദോഹയിൽ നടന്ന GCC ടൂറിസം മന്ത്രിമാരുടെ 8ാമത് മന്ത്രിതല യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഏകീകൃത ടൂറിസ്റ്റ് വിസയുടെ രൂപവും സ്വഭാവവും നിർണ്ണയിക്കാൻ ബന്ധപ്പെട്ട സാങ്കേതിക സമിതികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. GCC ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിൽ ഒമാനും പങ്കാളിയായി. സുൽത്താനേറ്റിനെ പ്രതിനിധീകരിച്ച് പൈതൃക ടൂറിസം മന്ത്രാലയമാണ് സംബന്ധിച്ചത്. ഒമാൻ പ്രതിനിധി സംഘത്തെ പൈതൃക ടൂറിസം മന്ത്രി സലീം ബിൻ മുഹമ്മദ് അൽ മഹ്റൂഖിയാണ് നയിച്ചത്. നൂർ അൽ ഷിഫ ഫാർമസിയുടെ പുതുതായി ആരംഭിച്ച ശാഖ മസ്കത്തിലെ മബേലയിലുള്ള അൽ നുസ്ഹ സ്ട്രീറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാവിധ മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ആരോഗ്യ സംരക്ഷണ വസ്തുക്കൾ, ബേബി ഫുഡ്, സൗന്ദര്യ സംരക്ഷണ വസ്തുക്കൾ തുടങ്ങിയവ ലഭ്യമാക്കിയിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ രാത്രി 2 മണി വരെയാണ് ഫാർമസി തുറന്നു പ്രവർത്തിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമായ കാർ പാർക്കിംഗ് സംവിധാനം ഇവിടുത്തെ പ്രത്യേകതയാണ്. ആരോഗ്യമേഖലയിൽ തുംറൈത്തിൽ പ്രവർത്തനമാരംഭിച്ച നൂർ അൽ ഷിഫയ്ക്ക് സലാല, തുംറൈത്ത് എന്നിവിടങ്ങളിൽ ക്ലിനിക്കുകളും തുംറൈത്ത്, സലാല, സദ, നോർത്ത് സദ, ഔക്കത്ത് എന്നീ സ്ഥലങ്ങളിൽ ഫാർമസികളുമുണ്ട്. പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഒമാന്റെ ഇതര ഭാഗങ്ങളിൽ ക്ലിനിക്കുകളും ഫാർമസികളും തുടങ്ങാൻ പദ്ധതിയുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാൻ കേരള വിഭാഗം അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഡാൻസ് പ്രോഗ്രാം നിലവ് 2024 വെള്ളിയാഴ്ച റൂവിയിലെ അൽ ഫലാജ് ഹോട്ടലിൽ നടക്കും. സിനിമാ താരവും നർത്തകിയുമായ ആശാ ശരത്തും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തപരിപാടിയും വയലിൻ തന്ത്രികളിലെ മാന്ത്രിക കലാകാരൻ പ്രശസ്ത വയലിനിസ്റ്റ് ശബരീഷ് പ്രഭാകറും സംഘവും അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഫ്യൂഷനും അരങ്ങേറും. വൈകിട്ട് 6 മണി മുതലാണ് പരിപാടികൾ ആരംഭിക്കുക. 5:30 മുതൽ പ്രവേശനം അനുവദിക്കും. പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് കേരള വിഭാഗം അറിയിച്ചു. വൻതോതിൽ മയക്കുമരുന്നുമായി വിദേശിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുറൈമി ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഏഷ്യൻ വംശജനായ പ്രതിയെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 115 കിലോഗ്രാം ഹാഷിഷും 11 കിലോഗ്രാം ക്രിസ്റ്റൽ മെത്തും പിടിച്ചെടുത്തു. നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. അന്താരാഷ്ട്ര കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വിജയത്തിളക്കത്തിൽ മലയാളി വിദ്യാർത്ഥി. ബൗഷർ ഇന്ത്യൻ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി യോഹാൻ ചാക്കോ പീറ്ററാണ് UAEയിൽ നടന്ന പ്രഥമ അന്താരാഷ്ട്ര മത്സരത്തിൽ സ്വർണ്ണ മെഡൽ അണിഞ്ഞത്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കുമിത വിഭാഗത്തിലാണ് ശ്രദ്ധേയമായ നേട്ടം. ഫെബ്രുവരി 16 മുതൽ 18 വരെ ഫുജൈറ സായിദ് സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന മത്സരത്തിൽ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളായിരുന്നു മാറ്റുരച്ചത്. ഒമാനെ പ്രതിനിധീകരിച്ചായിരുന്നു യോഹാൻ പങ്കെടുത്തിരുന്നത്. മസ്കത്തിലെ അലി അൽ റൈസി ക്ലബ്ബിലാണ് കരാട്ടെ പരിശീലനം നടത്തുന്നത്. ഇതിനു മുമ്പും നിരവധി മത്സരങ്ങളിൽ ഈ 10 വയസ്സുകാരൻ മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 2022 ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ജോർജിയയിലെ തിബ്ലിസിയിൽ നടന്ന മത്സരങ്ങളിലും 2023 ഒമാനിൽ നടന്ന ചാമ്പ്യൻഷിപ്പിലും സ്വർണ്ണ മെഡലുകൾ നേടിയിരുന്നു. ശക്തമായ കാറ്റിനെ തുടർന്ന് ആദം ഹൈമ റോഡിൽ മണൽ കുമിഞ്ഞുകൂടിയിട്ടുണ്ടെന്നും വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് നിർദ്ദേശിച്ചു. കനത്ത കാറ്റിന്റെ ഫലമായി മരുഭൂമിയിൽ നിന്ന് റോഡിലേക്ക് അടിഞ്ഞുകൂടുകയായിരുന്നു. റോഡുകളിലെ മണൽ നീക്കാനുള്ള ഊർജിത ശ്രമങ്ങളാണ് അധികൃതരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സ്കൂൾ ദാർസൈത്തിലെ രക്ഷിതാക്കളുടെ ഓപ്പൺ ഫോറം വ്യാഴാഴ്ച നടക്കും. സീനിയർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാത്രി 7 മണി മുതലായിരിക്കും ഓപ്പൺ ഫോറമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഫോറത്തിൽ ഉന്നയിക്കാനുള്ള പരാതികൾ, ആശങ്കകൾ, നിർദ്ദേശങ്ങൾ എന്നിവ മുൻകൂട്ടി രക്ഷിതാക്കളിൽ നിന്നും ക്ഷണിച്ചിരുന്നു. ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ സ്കൂളുകളിൽ ഓപ്പൺ ഫോറം നടക്കുന്നത്. ഓപ്പൺ ഫോറം വിളിച്ചു ചേർക്കണമെന്ന് വിവിധ സമയങ്ങളിൽ രക്ഷിതാക്കളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിരവധി കാരണങ്ങളാൽ അനിശ്ചിതമായി നീണ്ടുപോകുകയായിരുന്നു. അടുത്തിടെ വിവിധ രക്ഷിതാക്കളുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മകൾ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ശിവകുമാർ മാണിക്യവുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ബോർഡ് അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ അക്കാദമിക് വിഷയങ്ങളോടൊപ്പം ഓപ്പൺ ഫോറം പുനരാരംഭിക്കേണ്ടതിന്റെ ആവശ്യകതയും രക്ഷിതാക്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നു.
ചില ഗവർണറേറ്റുകളിൽ വിതരണം ചെയ്യുന്ന M91 ഇന്ധനത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിൽ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം സംയുക്ത യോഗം വിളിച്ചു ചേർത്തു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, ഒക്യു റിഫൈനറികൾ, ഇന്ധന വിപണന കമ്പനികൾ എന്നിവർ പങ്കെടുത്തു. ഇന്ധനത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച ആശങ്കകൾ നിരീക്ഷിച്ചു വരികയാണെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു. എല്ലാ പ്രാദേശിക വിപണന കമ്പനികൾക്കും വിതരണം ചെയ്യുന്ന ഇന്ധനത്തിന്റെ ഗുണനിലവാരത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഒക്യുവിനാണ്. ഇന്ധനങ്ങളുടെ ഗുണനിലവാരം വാഹനങ്ങളുടെയും ബോട്ടുകളുടെയും പ്രവർത്തനത്തെ ബാധിച്ചേക്കാം. അതിനാൽ കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾ ഒക്യു പിന്തുടരുന്നുണ്ട്. ലബോറട്ടറിയിൽ ഇന്ധനങ്ങളുടെ ഗുണനിലവാരത്തിൽ മാറ്റം വരുത്തുന്നത് പരിശോധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മലയാളം മിഷൻ ആഗോളതലത്തിൽ സംഘടിപ്പിച്ച സുഗതാഞ്ജലി 2023 വാർഷിക കാവ്യാലാപന മത്സരത്തിന്റെ സബ് ജൂനിയർ വിഭാഗത്തിൽ ഒമാൻ ചാപ്റ്റർ സുഹാറിൽ നിന്നുള്ള ദിയ ആർ നായർ 2ാം സ്ഥാനം കരസ്ഥമാക്കി. മലയാളം മിഷൻ സംഘടിപ്പിച്ച മലയാണ്മ 2024നോടനുബന്ധിച്ചാണ് ഗ്രാൻഡ് ഫിനാലെ നടന്നത്. മലയാളം മിഷന്റെ വിവിധ ചാപ്റ്ററുകളിൽ സംഘടിപ്പിച്ച മത്സരങ്ങളിൽ സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിൽ ആദ്യ 3 സ്ഥാനങ്ങൾ നേടിയ 200 കുട്ടികളാണ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തത്. ഉള്ളി കയറ്റുമതി നയത്തിൽ യാതൊരു മാറ്റവുമില്ലെന്നും കയറ്റുമതി നിരോധനം മാർച്ച് 31 വരെ തുടരുമെന്നുമുള്ള ഇന്ത്യൻ ഉപഭോക്തൃകാര്യ സെക്രട്ടറി രോഹിത് കുമാർ സിംഗിന്റെ പ്രസ്താവന ഒമാനിൽ ഉള്ളി വില ഉയരാൻ കാരണമാക്കും. ഇന്ത്യൻ ഉള്ളി നിലച്ചതോടെ പാകിസ്ഥാൻ ഉള്ളിയാണ് വിപണി പിടിച്ചിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ ഉള്ളിയുടെ വരവും കുറഞ്ഞതായി വ്യാപാരികൾ പറയുന്നു. റമദാൻ ആരംഭിക്കുന്നതോടെ ഉള്ളിയുടെ ഉപയോഗം ഗണ്യമായി ഉയരും. അതിനാൽ ഇന്ത്യയുടെ കയറ്റുമതി നിരോധനം അവസാനിപ്പിച്ചില്ലെങ്കിൽ വില ഇനിയും ഉയരാൻ കാരണമാക്കുമെന്ന് വ്യാപാരികൾ പറയുന്നു. നിലവിൽ സുഡാൻ, യമൻ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ഉള്ളിയാണ് വിപണിയിലുള്ളത്. വിദേശ രാജ്യങ്ങളിലേക്ക് ഉള്ളി കയറ്റുമതിക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയ നിരോധനത്തിന് അയവ് വരുത്തുന്നതായി കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു. 6 രാജ്യങ്ങളിലേക്കുള്ള ഉള്ളി കയറ്റുമതി പുനരാരംഭിക്കുമെന്നാണ് വാർത്തകൾ വന്നിരുന്നത്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, മൊറീഷ്യസ്, ഭൂട്ടാൻ, ബഹ്റൈൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലേക്കുള്ള ഉള്ളി കയറ്റുമതിയാണ് പുനരാരംഭിക്കുന്നതെന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. 3 ലക്ഷം മെട്രിക് ടൺ ഉള്ളി കയറ്റുമതി ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. വാർത്തകൾ പ്രചരിച്ചതോടെ വില ഒറ്റ ദിവസം കൊണ്ട് ക്വിൻ്റലിന് 1280 രൂപയിൽ നിന്ന് 1800 രൂപയായി വർദ്ധിച്ചു. വാഹന നിർമ്മാണ രംഗത്തെ രാജ്യത്തെ മുൻനിര കമ്പനിയായ കർവ മോട്ടോഴ്സ് പുതിയ ഇന്റർസിറ്റി ബസ്സുകൾ പുറത്തിറക്കി. ഗൾഫ് സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനുകൾക്കനുസരിച്ചാണ് ബസ് തയ്യാറാക്കിയിരിക്കുന്നത്. 45 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ബസ് എണ്ണ, ഗ്യാസ് എന്നിവ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുതിയ ബസ്സുകൾ ഒമാനിലെ പ്രമുഖ ഗതാഗത കമ്പനിയായ സുൽത്താൻ അൽ ഷിസാനി കമ്പനിക്ക് കൈമാറി. ബസ്സുകൾ പ്രാദേശിക വിപണിയിൽ ഇറക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണ് പുതിയ 2 ബസ്സുകളുടെ കൈമാറ്റമെന്ന് കർവ മോട്ടോഴ്സ് കമ്പനി വൃത്തങ്ങൾ പറഞ്ഞു. ഈ പുതിയ ബസ് വിഭാഗത്തിലൂടെ പ്രാദേശികവും മേഖലയിലെയും വിപണികളിലേക്ക് പ്രവേശിക്കാനാണ് കർവ ലക്ഷ്യമിടുന്നത്. ഒമാന്റെയും ഖത്തറിന്റെയും സംയുക്ത സംരംഭമാണ് കർവ മോട്ടോഴ്സ്. കമ്പനിയുടെ 70% ഓഹരി ഖത്തർ ദേശീയ ഗതാഗത കമ്പനിയായ ഖത്തർ ട്രാൻസ്പോർട്ടിനും 30% ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിക്കുമാണുള്ളത്. കർവ മോട്ടോഴ്സിന് ബസ് നിർമ്മാണത്തിൽ പ്രത്യേകമായ ഒരു ഫാക്ടറിയുണ്ട്. പ്രതിവർഷം ശരാശരി 600 ബസ്സുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.